അദ്ദേഹത്തിൻ്റെ മനസ്സ് ബി ജെ പിയിലും ശരീരം സി പി എമ്മിലുമാണ്. ചെറുപ്പക്കാരുടെ മുന്നേറ്റം പല കാലഘട്ടങ്ങളിലും ഭരണത്തിന് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ പഴയകാല സമരങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ വിദ്യാർത്ഥി സമരങ്ങളാണ് പലപ്പോഴും ഇന്ത്യയിൽ തന്നെ ഭരണമാറ്റത്തിന് സാഹചര്യം ഒരുക്കിയിട്ടുള്ളത്. പക്ഷെ അത് പറയുമ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെയുള്ള പല സമരങ്ങളും വിജയിച്ചുവെങ്കിലും ആ വിജയങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് രാഷ്ട്രീയ പാർട്ടികളുടെ സഹായങ്ങളാണ്. ഞങ്ങൾ ഭരിച്ച കാലത്ത് ഞങ്ങൾക്കെതിരായി ഉണ്ടായ വിദ്യാർത്ഥി സമരങ്ങളിൽ അണ്ണാ ഹസാരയുടെ സമരം ഉൾപ്പെടെ, അദ്ദേഹം വിദ്യാർത്ഥിയല്ല, പ്രായം ചെന്ന ആളായിരുന്നു. അണ്ണാ ഹസാരയുടെ സമരത്തിൽ ഉൾപ്പെടെ അന്നത്തെ പ്രതിപക്ഷത്തിൻ്റെ പിന്തുണയുണ്ടായിരുന്നു. അപ്പോൾ യുവാക്കളുടെ മുന്നേറ്റം അംഗീകരിക്കുമ്പോൾ തന്നെ അവിടെയൊക്കെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പിന്തുണയും ഒരു പ്രധാന ഘടകമാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഇന്ത്യ സഖ്യം ഒരുമിച്ചാണ് മുന്നേറിയത്. ഇന്ന് പല വാർത്താ ചാനലുകളിലും കണ്ടത് ഇന്ത്യ സഖ്യം ഒന്നായി. അതുകൊണ്ട് ഈ ജൻസിൻ്റെ സമരമാണ് നടന്നതെങ്കിലും അതിൻ്റെ ഒരു പ്രേരക ശക്തി, അതായത് തെരുവിൽ സമരം നടത്തിയപ്പോൾ ആ സമരത്തിൻ്റെ ഇമ്പാക്റ്റ് സഭയിലുണ്ടാക്കിയത് ഇന്ത്യ സഖ്യമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. ഇപ്പോൾ പഴയൊരു ചരിത്രം കേരളത്തിൽ പരിശോധിച്ചാൽ 67-69 കാലത്ത് EMS സർക്കാരിനെതിരായി നടന്ന സമരങ്ങൾ അന്ന് നടത്തിയത് യൂത്ത് കോൺഗ്രസും KSU ആണ്. പക്ഷേ ആ സമരത്തിൻ്റെ അലയൊലി നിയമസഭയിലുണ്ടാക്കിയത് K കരുണാകരൻ്റെ നേതൃത്വത്തിലുള്ള 9 അംഗങ്ങൾ മാത്രം ഉണ്ടായിരുന്ന അന്നത്തെ പ്രതിപക്ഷമായിരുന്നു. അപ്പോൾ യുവാക്കളുടെ മുന്നേറ്റത്തോടൊപ്പം തന്നെ രാഷ്ട്രീയ കക്ഷികളുടെ പിന്തുണയും ഒരു പ്രധാന ഘടകമാണ്. അതുകൊണ്ട് തന്നെ ഈ ജൻസി സമരം വിജയിച്ചതിൻ്റെ ഒരു പ്രേരക ശക്തി എന്ന് പറയുന്നത് സഭയിൽ ഒരു ബില്ല് പോലും പാസ്സാക്കാൻ കഴിയാത്ത ഒരവസ്ഥ ഗവൺമെൻറ് ഉണ്ടാക്കി. അത് ഇന്ത്യ സഖ്യം ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിന്നു. അതുകൊണ്ട് ഇതിൽ തീർച്ചയായിട്ടും യുവാക്കളുടെ ഇപ്പോൾ പാറ്റ, അതാണല്ലോ പാറ്റ. അപ്പോൾ ഇതിൻ്റെ ഒരു അന്തിമ റിസൾട്ട് എന്താണെന്ന് ചോദിച്ചാൽ നരേന്ദ്രമോദിയുടെ കഞ്ഞിയിൽ ആദ്യമായിട്ട് പാറ്റ കൂടും. കാരണം ഇവർ അധികാരത്തിൽ 2014 അധികാരത്തിൽ വരുമ്പോൾ രാജ്നാഥ് സിംഗിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു, നോ റെസിഗ്നേഷൻ. ഞങ്ങളുടെ ഭരണപരിധിയിൽ നോ റെസിഗ്നേഷൻ എന്നാണ് പറഞ്ഞത്. പക്ഷേ അതിലാദ്യത്തെ റെസിഗ്നേഷൻ നടന്നു. അത് ഈ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ സമരം നടത്തിയപ്പോൾ അന്ന് പിണറായി വിജയൻ പറഞ്ഞത് ജന്തർ മന്ദിർ പോവാതെ, സമരകേന്ദ്രമായ ജന്തർ മന്ദിർ പോവാതെ വേറൊരു സ്ഥലത്ത് സമരം നടത്തി, അത് കോൺഗ്രസ് തന്നെ സമരത്തെ ഹൈജാക്ക് ചെയ്തു, അവസാന നിമിഷമാണ് ഓടിയെത്തിയെന്നൊക്കെ പറഞ്ഞിരുന്നു. പിണറായി വിജയൻ്റെ അഭിപ്രായം നോക്കണ്ട. അദ്ദേഹത്തിൻ്റെ മനസ്സ് ബി ജെ പിയിലും ശരീരം സി പി എമ്മിലുമാണ്. അതുകൊണ്ട് അത് ഇതിൽ കൂട്ടണ്ട. പക്ഷേ അഖിലേന്ത്യാ തലത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി ഉൾപ്പെടെയുള്ള ഇടതുപക്ഷം ഇന്ത്യ സഖ്യവും അവർ CPI ഇന്ത്യ സഖ്യത്തിൽ തന്നെ ഭാഗമാണ്. അവരെല്ലാം ഒരുമിച്ച് നിന്നു. പിന്നെ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്കും മാർച്ച് നടത്തും, ഭരണകർത്താക്കളുടെ വസതിയിലേക്ക് മാർച്ച് നടത്തും. ഇപ്പോൾ ഇവിടെ ഞങ്ങളുടെ മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് ഇനിയും മാർച്ച് നടത്തില്ലേ? ഇന്നലെ BJP-കാരൻ തുടങ്ങിക്കഴിഞ്ഞു, ഇനി CPM-ൻ്റെ മാർച്ച് ഉണ്ടാവും. അതൊക്കെ ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ്. എവിടെ പോകണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ അതാത് പാർട്ടികൾക്ക് വിട്ടുകൊടുക്കല്ലേ എന്നല്ലേ. പക്ഷേ ഇന്ത്യ സഖ്യം യോഗം ചേർന്നപ്പോൾ ജന്തർ മന്ദിർ സമരം ഏറ്റെടുക്കണം എന്ന് തീരുമാനിക്കുകയും അതനുസരിച്ച് ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ അത് ഏറ്റെടുത്തു. നമ്മൾ അതിനൊരു കൂട്ടായ്മയായി കാണണം. കാരണം അടുത്ത 2 വർഷം ഇലക്ഷൻ്റെ ഒരു തയ്യാറെടുപ്പാണ്. ഇന്ത്യയിൽ ഇന്ത്യ സഖ്യം ജയിക്കണം. അതിന് അവശബ്ദങ്ങൾ ഉണ്ടാക്കാതെ നോക്കേണ്ടത് നമ്മുടെ എല്ലാവരെയും ചുമതലയാണ്. അല്ല, ഇതിനകത്ത് ഇപ്പോൾ പ്രധാനമായിട്ട് ആരോപിക്കുന്നത് ഇവിടുത്തെ സംസ്ഥാനത്ത് CPM പറയുന്നത് 8 കാലി മമ്മൂഞ്ഞായി മാറിയിരിക്കുകയാണ് കോൺഗ്രസ് ഈ ഒരു സമരത്തിന്റെ. അല്ല, ഞാൻ പറഞ്ഞത് അത് മനസ്സ് BJP-യുടെയും ശരീരം CPM-ലുള്ളവർ മാത്രമേ അങ്ങനെ പറയൂ. ശരിക്കുള്ള കമ്മ്യൂണിസ്റ്റുകാരും പറയില്ല.